വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും നേടാനുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളും നോട്ടുകളും നിങ്ങൾക്ക് എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിലും എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിലും ലഭിക്കുന്നതാണ്. ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് ഇന്ന് തന്നെ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്തുകൊള്ളുക. നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ അവിടെ നിന്നും നിങ്ങൾക്ക് സാധിക്കും. ക്ലാസ്സിലേക്ക് ആദ്യ ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് PSCയുടെ ട്രെൻഡ് എന്ന് പറയുന്നത്. 2023 കറണ്ട് അഫയേഴ്സ് ആണ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച വനിതാ ടെന്നീസ് താരം. ഉത്തരം സിമോണ ഹാലപ്പ്. അതായത് യൂറോപ്പിലെ റൊമാനിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അവിടെ നിന്നുള്ള വനിതാ ടെന്നീസ് താരമാണ് സിമോന ഹാലപ്പ്. 2023 ഇവർക്ക് 4 വർഷത്തേക്ക് എന്ത് സംഭവിച്ചു? ടെന്നീസിൽ വിലക്ക് ലഭിച്ചു. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെന്നീസ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ എപ്പോഴും കേരള PSC ചോദ്യമാണ്. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ, അതിനുശേഷം ഫ്രഞ്ച് ഓപ്പൺ, പിന്നീട് വരുന്നത് വിംബിൾട്ടൺ, ഏറ്റവും അവസാനമായിട്ട് നടക്കുന്നതാണ് US ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ വനിതകളുടെ കാര്യത്തിൽ വനിതാ സിംഗിൾസിൽ ആരൊക്കെയാണ് 2023 വിജയികളായത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയിരിക്കുന്നത് ബെലാറസ് താരമായ അരീന സബലങ്കയാണ്. എന്താണ് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്നത് ബെലാറസ് രാജ്യത്ത് നിന്നുമുള്ള അരീന സബലങ്ക. 2023 തന്നെ ഫ്രഞ്ച് ഓപ്പൺ നടന്നു. ഫ്രഞ്ച് ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് ഇഗ സ്വേറ്റക്, പോളണ്ടുകാരിയായ ഇഗ സ്വൈറ്റക്. നിങ്ങൾ ആ പേര് ഒരുപാട് തവണ PSC മത്സര പരീക്ഷകളിലും മറ്റും കണ്ടു കാണും. അതിനുശേഷം വിംബിൾഡൺ നടന്നു. അവിടെ വനിതാ സിംഗിൾസ് ജേതാവായി വന്നത് പുതിയ ഒരു താരമാണ്. പുതിയ ഒരു പേര് നമ്മൾ പഠിക്കേണ്ടി വരുന്നു. മാർക്കറ്റ വോൺഡ്രോസോവ. എന്താണ്? മാർക്കറ്റ വോൺഡ്രോസോവ. അപ്പോ ഇതൊരു പുതിയ പേരാണ്. അവർ ഏത് രാജ്യത്ത് നിന്നുമുള്ളതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കണം. ചെക്ക് റിപ്പബ്ലിക്, മാർക്കറ്റ വോൺഡ്രോസോവ. അപ്പൊ ഇവരെല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരാണ്. ഇനി 2023 അവസാനമായി നടന്ന US ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരെന്നറിയോ? അമേരിക്കൻ താരമായ കൊക്കോ ഗഫ്. ഓക്കെ, ഇത് വനിതകളുടെ കാര്യം. ഇനി പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വന്നേ. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ, ഇത് 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ. ഇതിൽ 3 നേടിയിരിക്കുന്നത് സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച് ആണ്. ഇതിൽ 3. അപ്പോ ഏതാണ് പുരുഷ സിംഗിൾസ് കിരീടം നൊവാക് ജോക്കോവിച്ച് നേടാതെ പോയത് എന്നുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ നമ്മുടെ ചോദ്യത്തിനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഉത്തരം നമുക്ക് കിട്ടുമോ? യെസ്. 2023 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആയിരുന്നില്ല. പകരം ആരായിരുന്നു? സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ്. ബാക്കി 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, അവസാനമായി നടന്ന US ഓപ്പൺ എന്നിവിടങ്ങളിലെല്ലാം പുരുഷ സിംഗിൾസ് ജേതാവ് ആരായിരുന്നു? നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം പരിചരണം ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭിന്നശേഷി, മുൻകാലങ്ങളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലന പദ്ധതിയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ബീറ്റ്സ് പദ്ധതി. അതുപോലെ തന്നെ സ്പേസ് പദ്ധതി എന്ന് പറയുന്നത് സ്കൂളിൽ ഭിന്നശേഷി കാരണം സ്കൂളിൽ ചെന്ന് പഠിക്കാൻ സാധിക്കത്തില്ല, എന്നാൽ സ്കൂളിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ക്ലാസ് റൂം കൊണ്ടുവരിക എന്ന പദ്ധതിയാണ് എന്ത്?
സ്പേസ് എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിവിധ ഉദ്ദേശ യുദ്ധ ഹെലികോപ്റ്റർ ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ തരത്തിലുള്ള ഒരു വിവിധ ഉദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഇന്ത്യയുടെ ഹെലികോപ്റ്റർ അല്ലെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻജക്ട് ചെയ്തു. ഉത്തരം പ്രച്ചന്റ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രമേയമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി തയ്യാറാക്കപ്പെട്ട ഒരു സിനിമയാണ്. അത് മലയാള ചിത്രമാണ്. നിങ്ങൾക്ക് ഒരു തിയേറ്ററിലും ഈ സിനിമ ഇറങ്ങിയതായി അറിവുണ്ടായിരിക്കത്തില്ല. ഇത് വെബ്സൈറ്റിലൂടെയാണ് പുറം ലോകം കാണുന്നത്. ഇത്തരത്തിലൊരു സിനിമ മലയാളി പ്രവാസി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. EM അഷ്റഫ് എന്ന വ്യക്തി സംവിധാനം ചെയ്ത മോണിക്ക ഒരു AI സ്റ്റോറി. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. രാജ്യത്ത് തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് ഏകതാ മാൾ, നമ്മളിപ്പോ ഏകതാ പ്രതിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഗുജറാത്തിലുള്ള അല്ലെ, അതുപോലെ നമ്മള് നർമ്മദാ നദീ തീരത്തുള്ള, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏകതാ മാൾ എന്ന് പറയുന്നത്. ഏകത എന്ന് പറഞ്ഞാൽ യൂണിറ്റി, അവിടെ തന്നെ ഉണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്. ഏകതാ മാൾ അഥവാ യൂണിറ്റി മാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് കേരള സർക്കാർ നിലവിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരത്താണ്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം 2023 നടത്തിയ ലോക വന്യജീവി ഫോട്ടോഗ്രാഫി പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. അതുകൊണ്ടാണ് വിഷ്ണു ഗോപാൽ എന്ന പേര് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി അഥവാ ക്ലൈമറ്റ് സമ്മിറ്റ് എവിടെ നടന്നു എന്നുള്ളതാണ്. 2023 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതുവരെയും ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വലിയ തൽപര കക്ഷികളല്ലായിരുന്നു. എന്നാൽ കാലാവസ്ഥ ഉച്ചകോടി നടത്തി ആ കക്ഷി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ 2023 കാലാവസ്ഥ ഉച്ചകോടി ക്ലൈമറ്റ് സമ്മിറ്റ് നടന്നിരിക്കുന്നത് കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ വെച്ച്. 2023 രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണ പൊളിക്കൽ വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോ അത് വന്നിരിക്കുന്നത് ഡൽഹിയിലാണ്. ഓക്കെ, ഇനി കേരള ഗോത്ര ഗ്രാമ സംസ്കാരം, പൈതൃകം എന്നിവ പരിചയപ്പെടുത്തുവാൻ കേരള വിനോദസഞ്ചാര വകുപ്പ് ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് എത്നിക് വില്ലേജ് അഥവാ ഗോത്ര ഗ്രാമം എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സ്പൈസ് പാർക്ക്. 2023 എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആണെന്ന് തോന്നുന്നു. 2023 കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ സ്പൈസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ്. 2023 സിക്കിമിലെ ലൊനാക് തടാകത്തിന് മുകളിൽ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബേസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും, ഉണ്ടായതിനോടൊപ്പം തന്നെ മിന്നൽ പ്രളയം സംഭവിച്ച നദി ഏത് എന്നുള്ളതാണ്. സിക്കിമിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദി കൂടിയായ ടീസ്ത നദിയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടീസ്ത നദി. ബാങ്കിങ് പരീക്ഷയ്ക്കൊക്കെ ഈയിടയ്ക്ക് ചോദിച്ചായിരുന്നു. ഇനി ഇന്ന് ഇത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യമായ മാലദ്വീപ് ഒരു ചെറിയ കുഞ്ഞൻ രാഷ്ട്രമാണ്, പക്ഷെ ഒടുക്കത്തെ മുടയാണ് അല്ലെ. അപ്പോ പാല് കൊടുത്ത കൈക്ക് കൊത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം 2022 മുതൽ മാലദ്വീപിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗാണ്ട, അതിന് വളം വെച്ചു കൊടുക്കുന്നതോ ചൈനയും. അപ്പോ മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ആര് എന്നുള്ളത് നമ്മൾ അറിയണം. അദ്ദേഹം ഉത്തരം മുഹമ്മദ് മുയിസു എന്നുള്ളതാണ്. മുഹമ്മദ് മ്യൂസു. അദ്ദേഹത്തിന് ഇന്ത്യയോട് വലിയ താല്പര്യമില്ല. അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സന്ദർശിച്ച ആദ്യ രാജ്യം തുർക്കിയാണ്. സാധാരണ മാലദ്വീപിൽ ഒരു പുതിയ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. തുർക്കിയിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപായി തന്നെ
ഇയാൾ എന്ത് ചെയ്തു? ചൈന സന്ദർശിക്കാനിരിക്കുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ചൈനയുടെ ഒരു സഹായത്തോടു കൂടി ഇന്ത്യക്കെതിരെ ഒരു പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ അതാണ് ഇന്ന് പത്രവാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നത്, അല്ലെ? അതായത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ മോഡിക്കെതിരായുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് ചില മന്ത്രിമാരെ, അല്ലെ, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിനെയൊക്കെ അവിടെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വാക്കൊക്കെ നിങ്ങൾ വാർത്തയൊക്കെ കണ്ടു കാണും. ഓക്കെ, അപ്പോ മുഹമ്മദ് മൊയ്സു എന്താണ് ഇന്ത്യക്ക് എതിരായുള്ള പ്രവർത്തനങ്ങളിൽ ചൈനയുമായി കൈകോർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2023 തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മാലദ്വീപിലെ ഒരു പാർട്ടിയുണ്ട്, പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ്. പ്രചരണത്തിറങ്ങിയപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ളതായിരുന്നു. ഇന്ത്യ ഔട്ട്. ഇനി പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച മലേറിയ വാക്സിൻ R21 മെട്രിക്സ് എം എന്നുള്ളതാണ്. R21 മെട്രിക്സ് എം ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഒളിമ്പിക്സ്. എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ്, അത് നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടു കാണാം, അല്ലെ? ഒളിമ്പിക്സിൽ ക്രിക്കറ്റ്, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് കൊണ്ടുവന്നു, ഇന്ത്യ കിരീടവുമായിട്ട് വന്നു, സ്വർണ്ണ കിരീടവുമായിട്ട് ഇന്ത്യ വന്നു. അതുപോലെ ഏറ്റവും പ്രധാനമാണ് എന്ത് എന്ന് പറയുന്നത്, ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒളിമ്പിക്സ്. അത് 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആണ്, USA വെച്ചാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കയറി വരത്തില്ലേ, കഴിഞ്ഞ തവണ നടന്നത് ടോക്കിയോ ഒളിമ്പിക്സ് ആണ്, അല്ലെ? 2020 ടോക്കിയോ നടന്നിരിക്കുന്നത് 21 2024 ഒളിമ്പിക്സ് ഫ്രാൻസിലെ പാരീസ്, 2028 US ലോസ് ആഞ്ചലസ്, 2032 ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ എന്നിവിടങ്ങളിലാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ഒളിമ്പിക്സ് നടക്കുന്നത്, സമ്മർ ഒളിമ്പിക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സാധാരണയായിട്ട് പട്ടാള അട്ടിമറി ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധം, വർഷത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു രാജ്യത്ത്. അലി ബോങ്കോ ഒഡിംബ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ പട്ടാള അട്ടിമറി നടന്ന ആഫ്രിക്കൻ രാജ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അലി ബോങ്കോ ഒഡിംബ കാലങ്ങളായിട്ട് അവിടെ രാഷ്ട്രപതിയാണ്, വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ജനങ്ങളാൽ. അപ്പോ എന്ത് സംഭവിച്ചു? അവിടെ പട്ടാള അട്ടിമറി സംഭവിച്ചു. ഗാബോൺ എന്ന് പറയുന്ന ചെറിയ രാജ്യം, മാപ്പിൽ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ്, ഏകദേശം നടുക്കായിട്ടിരിക്കും. ഇനി 2023 ഗ്ലോബൽ മാരിടൈം ഇന്ത്യ. എന്താണ് മാരിടൈം എന്ന് പറഞ്ഞാൽ? സമുദ്രവുമായി ബന്ധപ്പെട്ടാണ്. ഗ്ലോബൽ മാരിടൈം ഇന്ത്യ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് മുംബൈ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം 2023 ഒക്ടോബറിൽ സംഭവിച്ചു. മറ്റൊന്നുമല്ല, 2 ചുഴലിക്കാറ്റുകൾ ഒരേ സമയം ഇന്ത്യയെ തലവേദനയിൽ കൊണ്ടെത്തിച്ചു. അതായത് നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയമാണ് കേട്ടോ, ഒന്നിനു പുറകെ ഒന്നെന്നുള്ളതല്ല, ഒരേ സമയം. ഓക്കെ, ഇതാണ് അറബിക്കടൽ, അറേബ്യൻ സീ. ഇതാണെങ്കിലോ ബേ ഓഫ് ബംഗാൾ. അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി, തേജ്. അതുണ്ടായി ഉടനെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ചുഴലിക്കാറ്റുണ്ടായി, ഹാമു. തേജ് എന്ന പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാലങ്ങളായിട്ട് കേരള PSC ചോദിച്ചു വരുന്ന കാര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പല രാജ്യങ്ങളും മാറി മറിഞ്ഞും പേര് നൽകാറുണ്ട്, അല്ലെ? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ, അല്ലെ? ഈ പറയുന്ന യമൻ പോലുള്ള രാജ്യങ്ങൾ മാറി മാറി പേരുകൾ നൽകാറുണ്ട്. അപ്പോ 2023 ഒക്ടോബറിൽ 2 ചുഴലിക്കാറ്റുകൾ ഒരുമിച്ച് സംഭവിച്ചിരിക്കുകയാണ്. തെക്കൻ കേരളത്തിലൊക്കെ മഴയ്ക്ക് സാധ്യത ഉണ്ടാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റ് കൂടിയാണ് ഈ പറയുന്ന 2, തേജും ഹാമൂണും. അപ്പോൾ ശ്രദ്ധിക്കാം, ഹാമൂണാണ് കേരളത്തെ കുറച്ചെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിച്ചത് കേട്ടോ. ഈ ബേ ഓഫ് ബംഗാൾ ഇവിടെ കേരളം എവിടെയാണെങ്കിലും അതിന്റെ ഒരു ചെറിയ ഒരു എഫക്റ്റ് തെക്കൻ കേരളത്തിൽ ഹാമൂൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തേജ് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യ, ഹാമൂൺ പേര് നൽകിയിരിക്കുന്നത് ഇറാൻ. ഹാമൂൺ എന്ന പേരിനർത്ഥം മാർഷ് ലാൻഡ് എന്നുള്ളതാണ്, അതായത് ചതുപ്പ് നിലയം. ഓക്കെ, അതുപോലെ അതേ മാസത്തിൽ ഇത് എടുത്തു പറയണം, ഓട്ടീസ് ചുഴലിക്കാറ്റ് പത്രങ്ങളിലൊക്കെ ആദ്യ പേജിൽ തന്നെ വന്നു. അത് വന്നതിന് ശേഷം വൻ നാശനഷ്ടം ഉണ്ടാക്കി ഓട്ടീസ് ചുഴലിക്കാറ്റ് മെക്സിക്കോയിലാണ് കേട്ടോ, മെക്സിക്കോ.
ഇത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവുമുള്ള രാജ്യത്തെ ഏക ജില്ല, ആദ്യ ജില്ല, ഏക ജില്ല കാസർഗോഡാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം, ഔദ്യോഗിക ചെടി പെരിയ പോളത്താളി, ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽ പരുന്ത്, ഔദ്യോഗിക ജന്തുവാണെങ്കിലോ പാലപ്പൂവൻ ആമയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. എന്നാൽ ഈ പറയുന്ന ജന്തുവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ഇന്ത്യയിലെ ഏക ജില്ല. ഇനി നമ്മുടെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യക്ക് പുതിയ ഒരു പാർലമെന്റ്, അല്ലെ? എല്ലാ അംഗങ്ങളും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയതാര് എന്ന് ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയണം. രാജ്യസഭയുടെ ഉപാധ്യക്ഷനും അല്ലെ, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപരാഷ്ട്രപതി കൂടിയായ ആര്? ജഗദീപ് ധൻഖർ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധ അതിവേഗ വണ്ടി, അതായത് അർദ്ധ അതിവേഗ വണ്ടി എന്ന് പറഞ്ഞാൽ സെമി ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് പറയും. ഓക്കെ, ഇത് ഡൽഹി മീററ്റ് ആ ഒരു റീജിയനിലാണ് ഈ വണ്ടി ഓടുന്നത്. ഉത്തരം നമോ ഭാരത് എന്നുള്ളതാണ്. റാപ്പിഡ് എക്സ് എന്നായിരുന്നു ആദ്യത്തെ പേര്, പക്ഷെ അത് നമോ ഭാരത് എന്ന് മാറ്റി. ചെറിയ ദൂരമൊക്കെയാണ് സഞ്ചരിക്കുന്നത് ഡൽഹി മീററ്റ്. ഓക്കെ, ഇനി രാജ്യത്ത് ആദ്യമായി കാർബൺ മുക്ത അങ്കണവാടികൾക്കായി പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഉത്തരം കേരളമാണ്. കാർബൺ മുക്തം എന്നുള്ളത് നമുക്കറിയാലോ, വയനാട് മീനങ്ങാടിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. ഇനി ഐഫോൺ, ഇപ്പൊ നോക്കിയാൽ റേഞ്ച് റോവർ കാറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റേഞ്ച് റോവറിന്റെ ആ ഒരു ടാറ്റ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്തതിന് ശേഷം സർവീസ്, ടാറ്റ കാറുകളുടെ സർവീസിനെ പറ്റിയാണ് എല്ലാവർക്കും അല്ലെ പരാതികളുള്ളത്. അതുപോലെ ടാറ്റ എന്ന് പറയുമ്പോൾ ടാറ്റ ആണെന്നുണ്ടെങ്കിൽ സർവീസ് മോശമാകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് അല്ലേ. ഇപ്പൊ റേഞ്ച് റോവർ കാറുകളുടെ കാര്യത്തിൽ ഇപ്പൊ ടാറ്റ ഏറ്റെടുത്തു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി, അതിനുള്ള പേറ്റന്റ് കൂടി എടുത്തിരിക്കുന്നു, ടാറ്റ നേടിയിരിക്കുകയാണ്. ഇനി ശിശു ദിനത്തോടനുബന്ധമായി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കലോത്സവത്തിന്റെ പേരാണ് വർണ്ണോത്സവം എന്ന് പറയുന്നത്. സിനിമാ നടൻ മാമുക്കോയ അന്തരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേരിൽ മാമുക്കോയ ചിരിയുടെ പെരുമഴക്കാലം എന്ന പുസ്തകം രചിച്ചത് ബഷീർ എണ്ടത്താണി. ഇനി 2023 ലോക റോഡ് കോൺഗ്രസ്, ഈ റോഡൊക്കെ ഉണ്ടല്ലോ, റോഡ് കോൺഗ്രസ്, അതിന്റെ വേദി എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു മാർക്കറ്റ, അവരുടെ സ്ഥലമാണല്ലോ ചെക്ക് റിപ്പബ്ലിക്, മാർക്കറ്റ വോൺട്രോവോസ അല്ലേ. 2023 വിംബിൾഡൺ നേടിയ താരമാണ് അവർ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വനിതാ സിംഗിൾസിൽ. ഇനി അവരുടെ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ വെച്ചാണ് 27ാമത് അല്ലെങ്കിൽ 2023 ലോക റോഡ് കോൺഗ്രസ് നടന്നത്. സംസ്ഥാന സർക്കാർ 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലുമല്ല, പകരം സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്കായി ഇത്തരത്തിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി, കെടാവിളക്ക് എന്ന് പറയുന്നത്, കെടാവിളക്ക്. 2023 റോഡ് കോൺഗ്രസിന്റെ ഉച്ചകോടി നടന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലാണെങ്കിൽ ലോക ആരോഗ്യ ഉച്ചകോടി നടന്നിരിക്കുന്നത് അല്ലെ കുറച്ചിപ്പുറത്ത് മാറി നിൽക്കുന്ന ഒരു രാജ്യമാണ് യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക്, തൊട്ടിപ്പുറത്തായിട്ട് ജർമ്മനിയാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയാണിയിലുള്ള കിരീടം പാലമാണ്. കിരീടം സിനിമയൊക്കെ സംവിധാനം അവിടെ ഷൂട്ട് നടന്ന സ്ഥലമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് ആപ്പിനുള്ളിലും അതുപോലെ ടെലിഗ്രാം ചാനലിലും നൽകിയേക്കാം.